എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളി ഡിന്നറും അതേപോലെ തന്നെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചും അതേപോലെ തന്നെ വളരെ തിരക്കേറിയ ദിവസം തന്നെയാണ്. അപ്പോൾ ഇന്ന് അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു തിരക്കേറിയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് സ്പെഷ്യലായിട്ട് പുട്ടും മുതിരയും പപ്പടമൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു കോമ്പിനേഷനിലൂടെയാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ തുടക്കം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. അങ്ങനെ മുതിര വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തൂളിച്ചെടുക്കണം. വളരെ സ്പീഡിലാണ് ഞാൻ നമ്മുടെ മുതിരക്ക തോരനൊക്കെ തൂളിച്ചെടുക്കുന്നത് കേട്ടോ. അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ നമുക്കത് എടുക്കാൻ നിന്നാൽ നമുക്ക് പോകുന്ന കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. എന്താണെന്നറിയോ, വേറെ ഒന്നുമല്ല, നമ്മുടെ പാത്തൂസിന് ആധാരം എടുക്കാനായിട്ട് അക്ഷയ സെൻറ്ററിലേക്ക് ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളാണ്. രാവിലെ തന്നെ ഇതാ പപ്പടമൊക്കെ കാച്ചി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ലഞ്ച് ബോക്സ് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ലഞ്ച് ബോക്സിൽ മുട്ട പുളിസീനും പപ്പടം അതേപോലെ തന്നെ നമ്മുടെ മുതിരത്തോരനുമാണ് ഇന്നത്തെ ലഞ്ച് ബോക്സിൽ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വേഗം പോവാം എന്ന് കരുതിയിട്ടോ. ബാക്കിയുള്ള എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ എല്ലാ പണികളും ഒതുക്കി ഈ ഒരു ലഞ്ച് ബോക്സ് സെറ്റാക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞതാ ഇറങ്ങിയിട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കേട്ടോ, മുമ്പ് ഞാൻ നമ്മുടെ പാത്തൂസിന് ആധാർ എടുക്കാൻ പോയ ഒരു വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം പോയപ്പോൾ എന്തൊരു സാങ്കേതിക കാരണങ്ങളാൽ അതങ്ങോട്ട് റിജക്റ്റ് ആയിട്ട് പോയിട്ടോ. അതുകൊണ്ട് ഇന്നും വീണ്ടും പോകുകയാണ്. അപ്പോൾ ഇത്തവണയെങ്കിലും ശരിയാവണേ എന്നൊരു പ്രാർത്ഥനയോടെ കേട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ ആധാർ എടുക്കട്ടെ. എന്ന് വെച്ചാൽ 8 മണി തൊട്ടിട്ട് 10:30 വരെയുള്ളതെന്ന് ഞാൻ തലേ ദിവസം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്രകാരം ഞാൻ വേഗം എത്തിയിട്ടോ. അതുകൊണ്ട് തന്നെ പാത്തൂസിന് ആധാർ എടുക്കുന്ന കാര്യത്തിൽ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ പാത്തൂസിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഫോട്ടോ എടുക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പക്ഷേ നേരെ നോക്കാൻ പറയുമ്പോൾ തല കുനിക്കും, അങ്ങനെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവളുടെ ഫോട്ടോസൊക്കെ എടുത്ത് അതങ്ങോട്ട് റെഡിയായി. പിന്നെ നമുക്ക് തമ്പാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ ആധാർ ശരിയാവാഞ്ഞത്. അപ്പോൾ നേരെ ഇരിക്കൂ എന്ന് പറഞ്ഞിങ്ങനെ 2 പേരുണ്ട് കേട്ടോ. അവിടുത്തെ 2 കസ്റ്റമറും അതേപോലെ തന്നെ അവിടുത്തെ മെയിൻ ആളും അവിടെ നിൽക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തമ്പ് വയ്ക്കുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. എന്നാലും 10 ദിവസം പിടിക്കട്ടെ നമ്മുടെ ആധാർ കിട്ടുവാനായിട്ട്. അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു, മീൻ കിട്ടിയിട്ടുണ്ട് മോളെ, അപ്പോൾ കറി വെക്കണം, അപ്പോൾ തേങ്ങ വറുത്തരച്ച് വെച്ചോളേ എന്ന് പറഞ്ഞു. ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുഞ്ഞ ചെമ്മീനാട്ടാ. അത് നമുക്ക് കറി വെക്കണം കേട്ടോ. നമുക്ക് രാത്രിക്കാലത്ത് റെഡിയാക്കി എടുക്കണം. എന്ന് വെച്ചാൽ രാവിലെ മുതിരയിൽ നമ്മൾ തോരൻ വെച്ചത് അത് നമുക്ക് തികയില്ല. അപ്പോൾ വേഗം തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കണം. ക്ലീൻ ചെയ്ത് ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ മാഗി കൊടുന്നിട്ട് മാഗി വേണമെന്ന് പറഞ്ഞ് ഷർട്ട് പിടിച്ച് നിന്നു. അപ്പോൾ മോൻ വരാനായിട്ട് സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മാഗിയൊക്കെ സെറ്റാക്കി എടുത്തു. അതങ്ങോട്ട് കഴിക്കാൻ കൊടുത്ത ശേഷം വേഗം തന്നെ നമ്മുടെ മീൻകറി വെക്കാനുള്ള പരിപാടിയിലേക്ക് കിടന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയും വളരെ രുചികരവുമായ തേങ്ങ വറുത്തരച്ച് അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ മീൻകറി സെറ്റായി കിട്ടുന്നത് കേട്ടോ. അമ്മയും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ദിവസവും വീഡിയോസും കാര്യങ്ങളും എല്ലാവരുടെ വീഡിയോസും കാണുന്നുണ്ട്. അപ്പോൾ നല്ല രസകരമായ കുക്കിംഗ് വീഡിയോയും അതേപോലെ തന്നെ മനോഹരമായ കാഴ്ചകളും അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലായും കാണാറ് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും വീഡിയോ ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ലൈക്ക് അങ്ങോട്ട് അടിച്ചേക്കും. എന്നിട്ടാട്ടോ ഞാൻ വീഡിയോസ് കാണാറ്. അതാണ് എനിക്കിഷ്ടം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഫുള്ളായി കാണുകയും ചെയ്യും. ആദ്യം തന്നെ ലൈക്ക് അടിച്ചിട്ടാട്ടോ കാണാറ്. അങ്ങനെ മീൻകറിയൊക്കെ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ കാണാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാത്തിരിക്കുന്ന ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതേ, ഇന്ന് നമ്മളിതാ ഒരു അടിപൊളി ബൂട്ടാണ് കേട്ടോ നമ്മൾ അൺബോക്സിങ് ചെയ്യാനായിട്ട് പോകുന്നത്. വാവ്, എന്ത് രസമല്ലേ കാണാനായിട്ട്. ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ എന്താ ലുക്കില്ലേ. ഞാൻ ലുക്കിൽ വീണ് പോയി കൂട്ടുകാരെ. ആ ഡിസൈനും കളറും എന്ത് ഫീൽ ആവുന്നു കേട്ടോ. അടിപൊളി ബൂട്ടാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്
ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മീറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രൗണ്ടിൽ നല്ല ലുക്കായിരിക്കും. മുകളിൽ ഈ ടെക്സ്ചറും ഡിസൈനുള്ളതും കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സുഖമാണ്. ഇതിൻ്റെ അടിഭാഗം നോക്കൂ, ബ്ലൂ ആൻഡ് ഗ്രീൻ സ്റ്റാൻഡുകളാണ്. ടഫറിലായാലും നമുക്ക് നോർമൽ ഗ്രൗണ്ടിലായാലും നമ്മൾ ഗ്രിപ്പ് കിട്ടും കേട്ടോ, നല്ല ഗ്രിപ്പ് കിട്ടും, ഒട്ടും തെന്നിപ്പോവില്ല. അതിന് പറ്റിയ ഷോക്സ്, അത് നമ്മുടെ ബൂട്ടിന് പറ്റിയ യോജിച്ച അടിപൊളി ഷോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മദ്രസയിൽ പോകുന്ന ഭാഗമാണ് ഇനി അടുത്തതായിട്ട് കേട്ടോ. അതും സമയം നല്ല പെരുമഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് പോവാണ്ടിരിക്കാനും പറ്റില്ല. എന്നുവെച്ചാൽ 5 മണിയാവുക 4:45 കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഈ സമയം ഒട്ടും വൈകാൻ പാടില്ല. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു കേട്ടോ. അപ്പോൾ ദിവസം നനയുന്നുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ കയറ്റി പിടിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഇത് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ വീഡിയോസ് ഇടാത്തത് എന്ന് വെച്ചാൽ എനിക്ക് നല്ലപോലെ ചുമയും ജലദോഷം നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. വോയിസ് ഓവർ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പനി മാറിയപ്പോൾ വോയിസ് ഓവർ കൊടുത്താലോ എന്ന് വിചാരിച്ച് ഫോണായിട്ടിരുന്നു, പക്ഷേ ശബ്ദം അടഞ്ഞു പോയിട്ടോ. അപ്പോൾ ഇപ്പോഴും ശബ്ദം നേരെ ചൊവ്വയ്ക്ക് ഇട്ടിട്ടില്ല, എന്നാലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അങ്ങനെന്താ ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നത്. തുമ്പപ്പ് പോലുള്ള ചോറും നമ്മൾ കറി സെറ്റാക്കി എടുത്തില്ലേ കണ്ട. ഈ സമയമാകുമ്പോഴേക്കും എത്രത്തോളം കൊഴുത്ത ചാറോട് കൂടിയുള്ള മീൻകറി ആയതെന്ന് നിങ്ങൾ കണ്ടില്ലേ കൂട്ടുകാരെ. അടിപൊളി മീൻ കറിയാട്ട, അതിൽ കായ ഏഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡിന്നർ കഴിക്കാനാണ് പോകുന്നത്. എല്ലാവരും വായോ, ഡിന്നർ കഴിക്കാമേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ്, കുറച്ച് ലെങ്ത്ത് കുറവായിട്ടോ, അതുകൊണ്ടാണ് ഇതാ സ്റ്റാർട്ട് ചെയ്തു. എളുപ്പമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് തിരക്കേറിയ ദിവസം തന്നെയാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ തലേദിവസം ചെമ്മീൻ കറിയിലെ സെറ്റാക്കി വെച്ചത് അതാണ് ഇന്ന് ലഞ്ച് ബോക്സിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം സെറ്റായി, തേങ്ങാപ്പാൽ സെറ്റായി. അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായ എന്തായിരുന്നു? എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ ശബ്ദത്തിൽ അടവുണ്ട് കേട്ടോ, അതാണ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരം ക്ലിയർ ആവുന്നത് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ പനിയും കാര്യങ്ങളായത് കൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. പനി മാറി ചുമയായി, എന്നാലും അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതാ ലഞ്ച് ബോക്സ് സെറ്റാക്കി എടുക്കുകയാണ്. അതാ പപ്പടം, ചോറ്, അതേപോലെ തന്നെ ചെമ്മീൻകറി. തലേ ദിവസത്തെ ചെമ്മീൻകറിക്ക് അപാര ടേസ്റ്റാട്ടാ. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ സെറ്റായി. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.